സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് മാതാവിൻ്റെ 8 നോമ്പിന് തിരുനാൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായിട്ട് ഈ വചനവായനയിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഒരുക്കുന്ന ഈ ദിവസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഇപ്പോൾ ഞങ്ങൾ എത്തുന്നതിന് ദൈവമേ നന്ദി പറയുകയാണ്. ഈ വായനയിലേക്ക്, ബൈബിൾ മാരത്തോണിലേക്ക് ഞങ്ങളെ വായിക്കുവാൻ വിളിച്ചു ചേർത്തതിനോട് നന്ദി പറയും. ഞങ്ങളുടെ ആഗ്രഹങ്ങളോ മറ്റുള്ള നിർബന്ധങ്ങളോ ഒന്നുമല്ല, മറിച്ച് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. ഈ ഒരു വചനത്തിലെ പൂർത്തീകരണമാണ് ഈ ഒരു കൂട്ടായ്മയിലെ ഇന്ന് മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാ വായനക്കാരും. പ്രത്യേകമായിട്ട് ഈ ബൈബിൾ മാരത്തോണിൽ പങ്കെടുക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഈശോയെ നിനക്ക് സമർപ്പിക്കും. പരിശുദ്ധ അമ്മ വഴി സമർപ്പിക്കും. അവരുടെ ജീവിതാഭിലാഷങ്ങളെയും നിയോഗങ്ങളെയും ഒക്കെ ഈശോയെ ഏറ്റെടുക്കണം. പ്രത്യേകമായിട്ട് നിത്യതയിലേക്കുള്ള യാത്രയിലെ നീ ഞങ്ങൾക്കായി നിനക്കപ്പെട്ട വചനങ്ങളാണ് ഇതെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. നിത്യതയിലേക്കുള്ള യാത്രയിൽ തളരാതിരിക്കാനുള്ള ആത്മീയമായ മോചനമാണ് ഈ വചനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പാദങ്ങൾക്ക് വിളക്കവും പാതയിൽ പ്രകാശവുമാണ് ഈ വചനം എന്നൊരു തിരിച്ചറിവിൽ ഞങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ആ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈശോയെ അത് ബന്ധപ്പെട്ടവരിലൂടെ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കിയതാണെന്നുള്ള തിരിച്ചറിവിൽ ആ വചനത്തെ ഉൾക്കൊള്ളുവാനും ആ വചനത്തിന് അനുസൃതമായിട്ട് ജീവിതം നയിക്കുവാനും ഈശോയെ ഞങ്ങൾക്ക് വേണ്ട അഭിഷേകം പരിശുദ്ധാത്മാ വഴി വാങ്ങിത്തരണമേ. പ്രത്യേകമായിട്ട് ഇതിൽ പങ്കെടുക്കുന്ന ആ ബാലവൃന്ദം എല്ലാവരെയും സമർപ്പിക്കണം. ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ വായിക്കുന്ന എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇവർ കാണിക്കുന്ന നല്ല മനസ്സിലാക്കി പറയും ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകമായിട്ട് വചനത്തോട് ആപമിക്കുന്നത് പ്രത്യേകമായിട്ട് ഈ വായനയിലേക്ക് കടന്നു വരാൻ ഇനിയും ധാരാളം ഒരുക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കും. ഈ പ്രഭാതത്തിന്റെ എല്ലാ പ്രപഞ്ച സൃഷ്ടികളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഈ പുണ്യപ്പെട്ട ഈ മണിക്കൂറിൽ ഈശോയെ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ വചനമായിരിക്കെ നീ ആശീർവാദം പകരണമേ. ക്ഷമയോടും മനസ്സിരുത്തിയും അതിലുപരി ധ്യാനിച്ചും ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യും. പ്രത്യേകമായിട്ട് ഇതിന് നേതൃത്വം നൽകുന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാ ടെക്നോളജിയും സമർപ്പിക്കുന്നു. ഒരു തടസ്സമില്ലാതെ ഈ വചനവായന അവസാനിക്കും വരെ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോരുത്തരെയും ഇതിന് നേതൃത്വം നൽകുന്നവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അടുത്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ. ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകമായ 1-ാം അധ്യായം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി 1-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിതാനം ഉണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിതാനം ഉണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിതാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളി ചെയ്തു, ഭൂമി എല്ലാ തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി 3-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായി
ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിലെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ, പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ എങ്ങനെ അനുഗ്രഹിച്ചു: സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ, പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം വീണ്ടും അരുളി ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയും പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലായിനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും 4 കല്ലുകളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ എഴയുന്ന സർവ്വജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു, ഭൂമുഖത്തോടെ ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണമായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി.